പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ ഇന്നലെ സംസാരിച്ച ഒരു വലിയ വാർത്ത എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ച സർക്കാരിന്റെ ഉദ്ഘാടന പരിപാടിയും നീക്കങ്ങളും ഒക്കെ ആയിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ പ്രിയദർശിനി യാത്ര തുടങ്ങി ഇന്നത്തെ പിറ്റേ ദിവസമാണ്, ആദ്യത്തെ ദിവസമാണ്. അപ്പം ഈ സൗജന്യ യാത്രാ പദ്ധതി ആരംഭിച്ചതിന് പിന്നാലെ തന്നെ KSRTCയിൽ സഞ്ചരിക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ മാത്രം 13 ലക്ഷത്തിലധികം വനിതാ യാത്രക്കാരാണ് KSRTCയിൽ യാത്ര ചെയ്തത്. വനിതാ യാത്രക്കാരുടെ എണ്ണത്തിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയതിനേക്കാൾ 6 ലക്ഷത്തോളം സ്ത്രീകളാണ് അധികമായി യാത്ര ചെയ്തത്. ചന്തു ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ചന്തു, ഈ സ്ത്രീകളുടെ എണ്ണത്തിൽ, അതായത് സ്ത്രീകൾക്ക് ഫ്രീ ആയി യാത്ര ചെയ്യാം എന്നുള്ളതാണ് പ്രിയദർശിനി യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് പ്രിയദർശിനി യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നതും. അപ്പം എന്താണോ സർക്കാർ വിഭാവനം ചെയ്തത് അതിന് അനുകൂലമായുള്ള പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. സ്ത്രീകളുടെ എണ്ണത്തിൽ വലിയ വർധനവ് അല്ലേ? അങ്ങനെ തന്നെയാണ് സേതുലക്ഷ്മി. സ്വാഭാവികമായി ഇത് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ്, സർക്കാരും പ്രതീക്ഷിച്ചതാണ്. ഈ ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനം ഉണ്ടാകും എന്ന് നേരത്തെ മുൻകൂട്ടി കണ്ടിരുന്നു. എന്തായാലും കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ ഒരു കണക്ക് വെച്ച് പരിശോധിക്കുമ്പോൾ ഇന്നലെ, അതായത് ഉദ്ഘാടന ദിവസമായ ഇന്നലെ യാത്ര ചെയ്ത സ്ത്രീകളുടെ എണ്ണത്തിൽ വലിയ വർധനം ഉണ്ടായിട്ടുണ്ട്. 13,29,938 സ്ത്രീകളാണ് ഇന്നലെ ഈ KSRTC ബസ്സുകളിൽ പ്രിയദർശിനി പദ്ധതി ഉദ്ഘാടനത്തിന് ശേഷം യാത്ര ചെയ്തിരിക്കുന്നത്. രാത്രി 10 മണിവരെയുള്ള കണക്കാണ്. ഈ ഔദ്യോഗിക കണക്കുകൾ KSRTC പുറത്ത് വിട്ടിട്ടില്ല. പക്ഷേ ഏകദേശ കണക്കുകൾ KSRTC ശേഖരിച്ചതിൽ നിന്നാണ് ഇത് വ്യക്തമാകുന്നത്. ഇത് ക്ഷമിക്കണം, കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തിങ്കളാഴ്ച യാത്ര ചെയ്തത് 7,34,693 സ്ത്രീ യാത്രക്കാരാണ്. അവരെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ 5,95,245 സ്ത്രീകൾ ഇന്നലെ അധികമായി KSRTCയെ ആശ്രയിച്ചിട്ടുണ്ട്, KSRTCയിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഇത് വരുമാനത്തിലും KSRTCയെ സംബന്ധിച്ചിടത്തോളം കുറവ് വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും സർക്കാർ സഹായം അത് പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് സർക്കാർ പറയുന്നത്. ബഡ്ജറ്റിലടക്കം അത്തരത്തിൽ ഒരു പ്രഖ്യാപനം അങ്ങനെയാണെങ്കിൽ ഇപ്പം സ്ത്രീകളുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടല്ലോ, കാര്യമായി തന്നെ വർധനമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൂടുതൽ ബസ്സുകളും ഈ പ്രിയദർശിനി യാത്രയ്ക്ക് വേണ്ടി കൂടുതൽ ബസ്സുകൾ നിരത്തിറക്കാനൊക്കെ KSRTC ഇനി ആലോചിച്ചു തുടങ്ങോ? തീർച്ചയായും അത്തരം ആലോചനയിലേക്ക് KSRTC കടക്കേണ്ടതുണ്ട്. കാരണം ഈ പ്രിയദർശിനി യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കണക്കുകൾ പരിശോധിക്കുമ്പോൾ, ഈ ഓർഡിനറി ബസ്സുകളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത് വടക്കൻ ജില്ലകളെ അപേക്ഷിച്ച് തെക്കൻ ജില്ലകളിലാണ് ഈ ഓർഡിനറി ബസ്സുകൾ കൂടുതലായി ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായും വടക്കൻ ജില്ലകൾക്ക് ഈ പ്രയോജനം കൃത്യമായി ലഭ്യമാകണമെങ്കിൽ അവിടെ കൂടുതൽ ഓർഡിനറി ബസ്സുകൾ വേണ്ടിവരും. അത് എങ്ങനെ കണ്ടെത്താൻ കഴിയുമെന്നതിനെ കുറിച്ച് KSRTC ആലോചിക്കുന്നുണ്ട്. കൂടുതൽ ബസ്സുകൾ വാങ്ങുന്ന കാര്യമടക്കം ചിലപ്പോൾ ബഡ്ജറ്റിൽ അത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ചും നോക്കിക്കാണേണ്ടതുണ്ട്. എന്തായാലും സ്ത്രീ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ പദ്ധതിയാണ്. അവർ കൂടുതലായി തന്നെ KSRTC ബസ്സുകളിലേക്ക് എത്തുന്നുണ്ട്. ഈ പദ്ധതി അവർ സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത്.